ഞങ്ങളുടെ നിലപാട് കുറച്ച് ദിവസമായി എല്ലാവരും ആരാഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഒന്നും അറിയിക്കാഞ്ഞത്. തീർച്ചയായും ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ്. അത് ആ നിലപാട് അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം ചെറുക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ഉള്ളിലെ വർഗീയ കാഴ്ചപ്പാടുകൾ എല്ലാ കാലഘട്ടത്തിലും അത് തുടങ്ങിയ ഘട്ടം തൊട്ട് അത് നടപ്പിലാക്കിയതിന് ശേഷവും ഇപ്പോഴും ഞങ്ങൾ ശക്തമായി അതിനെ എതിർക്കുന്നു. അപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ SFI അതിൻ്റെ അഭിപ്രായം അറിയിച്ചതാണ്. ഒരു സംഘടന എന്ന നിലയിൽ PM ശ്രീയിൽ അടങ്ങിയിരിക്കുന്ന ഈ വർഗീയ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന് ആപത്കരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്നറിയിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ഘട്ടത്തിലും അറിയിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു. പാഠപുസ്തകങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക, കരിക്കുലത്തിൽ ഇടപെടുക, ഇതൊന്നും അനുവദിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇത് തീരുമാനിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും നമ്മൾ നികുതി കൊടുത്ത് ആ നികുതിയുടെ വിഹിതം നമുക്ക് കിട്ടണം എന്നുള്ളത് സ്വാഭാവികമായ ന്യായമാണ്, അത് കിട്ടണം. എന്നാൽ അതിനോടൊപ്പം അവരുദ്ദേശിക്കുന്ന തരത്തിൽ വർഗീയത ആളിക്കത്തിക്കാനോ അത് വളർത്താനോ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് അല്ല, ദേശീയ വിദ്യാഭ്യാസ നയം ഇന്നിപ്പോൾ ലോ ഓഫ് ദ ലാൻഡാണ്, രാജ്യത്തെ നിയമമാണ്. രാജ്യത്തെ നിയമം ഇവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ FIUGP രാജ്യത്തെ സർക്കാർ വിഭാവനം ചെയ്തതുപോലെയല്ല കേരളം നടപ്പിലാക്കുന്നത്. അപ്പോൾ സമാനമായ നിലയിൽ PM ശ്രീയിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാതെ ഇന്ന് കേരളത്തിലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഇടതു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെടുന്നത് ആരാണ്, എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുകയും അതിലെ ഈ പരിമിതികളിൽ നിന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. ആ പരിമിതി എന്ന് പറയുന്നത് സർക്കാരിന് മുമ്പിൽ അപ്പോഴും നിൽക്കുകയാണ്. അല്ല, അതിപ്പോൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ 1957 ഇപ്പോൾ ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ തോട്ടം മേഖലയെ കോർപ്പറേറ്റുകളെ എഴുതുന്ന ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അന്ന് തീരുമാനമെടുത്തത് രാജ്യത്തെ സർക്കാരായിരുന്നു. അപ്പോൾ രാജ്യത്തെ സർക്കാരിന് ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ചില അധികാരങ്ങൾ കൂടുതലുണ്ട്, പ്രത്യേകിച്ച് കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു, ഞങ്ങളുടെ നിലപാട് അതുതന്നെയാണ്, ഞങ്ങളുടെ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അത് ആ നിലയിൽ തന്നെ സർക്കാർ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വർഗീയ കാഴ്ചപ്പാടുകളുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ കാതലായ മാറ്റം വരാൻ പോകുന്ന സംവിധാനമാണ്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ കൂടിയാലോചന നടത്തേണ്ടതായിരുന്നില്ലേ? ഈ സമയം നമ്മൾ സംസാരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി അനുമോദിച്ചുകൊണ്ട് ABVP അല്പം മുമ്പ് അനുമോദന കത്ത് വരെ കൈമാറിയത്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യാത്തത് വലിയൊരു വീഴ്ചയല്ലേ? ASF ആ ഒരു വീഴ്ച സംബന്ധിച്ച് രംഗത്തെത്തി ആത്മഹത്യാപരം എന്നാണ് ASF അറിയിച്ചത്. ASFിൻ്റെതായ നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സർക്കാർ ഞങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയതാണ് ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായത്തിൽ നിന്ന് തെല്ലും ഞങ്ങൾ മാറിയിട്ടില്ല. ആ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾ മറ്റൊന്നും മാറുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി നമുക്ക് തരാനുള്ള 1500 കോടിയിൽ പരം രൂപ, ആ പണം ഇവിടെ, ആ പണം തരണമെങ്കിൽ ഇത് ഒപ്പിട്ടേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഉയർത്തുന്ന ഒരു സർക്കാർ മുന്നിൽ നിൽക്കുകയാണ്. സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം തരണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം ക്യാമ്പസുകളിലോ സ്കൂളിലോ കുട്ടികൾക്കിടയിൽ വർഗീയത വളർത്തണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറുന്ന ആ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ SFI ചെയ്യുന്നത്. അല്ല സാർ, നമ്മൾ കീഴടങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കീഴടങ്ങുന്ന ഒരു നിലപാടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ സമരം നയിച്ചിട്ടുള്ള നാടാണ് കേരളം. അതിന്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് SFI. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങളിപ്പോൾ നോക്കണം, 2019 കരട് അവതരിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെത്. ആദ്യം രംഗത്ത് വന്ന സംഘടനയുടെ പേര് SFI എന്നാണ്. 20 അംഗീകരിക്കപ്പെടുമ്പോഴും സമരം നടത്തിയ സംഘടനയുടെ പേര് SFI എന്നാണ്. NCERT പാഠപുസ്തകം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഈ MSFും KSU ഒക്കെ +1 +2 കുട്ടികൾ പഠിക്കുന്ന ഏത് പാഠപുസ്തകമാണ്? NCERT പാഠപുസ്തകമാണ്. ആ NCERT പാഠപുസ്തകത്തിൽ നിന്ന് ബാബറിനെയും ഹുമയൂണിനെയും അക്ബറേയും ഈ പറഞ്ഞ ഗാന്ധിജിയെയും ഡാർവിനെയും ഒക്കെ എടുത്തു മാറ്റിയപ്പോൾ ഇവരെവിടെയായിരുന്നു? അന്ന് സമരം നടത്തിയ SFI ആണ് ഏറ്റവും അവസാനം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ആശങ്ക നിലനിൽക്കുന്നു. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ആ ആശങ്കതായി ഞങ്ങൾ നിലനിൽക്കുന്നു. ആ ആശങ്ക അത് തീർച്ചയായും സർക്കാരിനെ അറിയിക്കും. അതെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഞങ്ങളുടെ സമരം തുടരുകയാണ്. എവിടെയാണ് നടത്താതിരിക്കുന്നത്? ഞാൻ പറയട്ടെ,
കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായുള്ള സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സംഘപരിവാറിനെതിരെയുള്ള സമരം ഞങ്ങൾ എവിടെയാണ് പണയപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ RSS വൽക്കരണത്തെ ഗവർണർ SFI എന്ന പോരിലേക്ക് മാറ്റാനായിരുന്നില്ലേ പലരും ശ്രമിച്ചത്? പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള സ്ഥിതി? അന്ന് ഇവർ മിണ്ടിയോ? ഈ പറഞ്ഞ സംഘടനകൾ മിണ്ടിയല്ലോ. ഇന്നിപ്പോൾ SFIയുടെ പ്രതികരണം, SFIയെ ആക്ഷേപ രൂപത്തിൽ ഇന്ന് അപഹസിക്കാൻ കടന്നു വന്നിട്ടുള്ള KSUവിന്റെ MSFന്റെ പ്രസിഡന്റ് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ സംഘപരിവാർ ഉദ്ദേശിച്ച ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള സമരം നയിച്ചത് കേരളത്തിലെ SFI ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഈ കാവ്യവൽക്കരണത്തിനെതിരെ SFI ശക്തമായ സമരം നടത്തിയിരുന്നു. അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ ഈ കാവ്യവൽക്കരണത്തെ എതിർക്കുമോ? അതിനെ ഈ എന്താണ് സംശയം? എന്താണ് സംശയം? ഞങ്ങൾ പറയുന്നു ഈ സംഘപരിവാർ വൽക്കരണത്തിന്റെ അല്ല ഞാൻ പറയട്ടെ, ഞാൻ ഉത്തരം പറയട്ടെ. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. സംഘപരിവാറിനെതിരെയുള്ള സമരം തുടരും, അത് ശക്തമായി തുടരും. അത് ഇന്നലെയും നടത്തിയിട്ടുണ്ട്, ഇന്നും നടത്തുന്നുണ്ട്, നാളെയും ശക്തമായി തുടരും. ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്ക ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ആശങ്കയിൽ പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ സമരം നടത്തുമെന്ന്. ആ ഘട്ടത്തിൽ ഈ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ, ഈ പാഠപുസ്തകങ്ങളിൽ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായി കരിക്കുലം മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, അതോടൊപ്പം സമാനമായിട്ടുള്ള ഈ മറ്റ് കാര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സംഘപരിവാർ വൽക്കരണത്തിന്റെ ഭാഗമായി കടന്നു വരികയാണ് ണെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം നടത്തും. അതിലൊരു സംശയം വേണ്ട. അതിൽ ആശങ്ക അറിയിച്ച് സർക്കാർ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് അവർ കൂടി പറയണ്ടേ? അവർ കൂടി പറഞ്ഞതിനനുസരിച്ചല്ലേ ഇത് വ്യക്തത. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിലെ ഈ നാട്ടിലെ സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണം, അതിന്റെ ഭാഗമായിട്ട് സർക്കാർ GSTയിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് തരേണ്ട പണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം, ഇത് എന്തോ ആത്മഹത്യാപരമാണ്, അത് പണം വാങ്ങുന്നത് ആത്മഹത്യാപരമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനോ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാനോ കഴിയുമോ? അത് സ്വാഭാവികമായ ചോദ്യമല്ലേ? ഇത് നമ്മുടെ പണമല്ലേ, നികുതി പണമല്ലേ? ആ നികുതി പണം നമ്മൾ വാങ്ങാതെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് കേരളം പോലൊരു സംസ്ഥാനത്തിന് തമിഴ്നാട് അതിന് ഈ നിയമ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് തമിഴ്നാട് പോലെ ഈ രാജ്യത്തെ തന്നെ രണ്ടാമത്തെ എക്കണോമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്കണോമിക്ക് സ്വാഭാവികമായിട്ടും അതിനെ നിൽക്കാനുള്ള ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകാം. അത് സ്വാഭാവികമായി അത് സർക്കാർ കാര്യമാണ്. സർക്കാർ പറയട്ടെ. ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ ആശങ്ക അറിയിക്കും, സർക്കാരിന് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു കോംപ്രമൈസ് ആണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു കോംപ്രമൈസിന്റെ ഒരു ഇതാണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇതിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഇത് സംഘപരിവാർ പലപ്പോഴായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില തെറ്റായ നയങ്ങളെ, സർക്കാരുകളെ പല രൂപത്തിൽ കീഴടക്കുക എന്നുള്ളതാണ്. ആ കീഴടക്കലിലേക്ക് എത്താതെ തന്നെ നമ്മുടെ നയം നിലനിർത്തിക്കൊണ്ട് ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ആലോചനയായിരിക്കാം സർക്കാർ നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത് നടപ്പിലാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നു, അതിൽ നിലനിൽക്കുന്ന സംഘപരിവാറിന്റെ ചില തെറ്റായ നിലപാടുകളുണ്ട്. സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന കരിക്കുലത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല. അത് സംഘപരിവാർ വൽക്കരണത്തിലേക്ക് എത്തിക്കും. അതിനോടുള്ള ശക്തമായുള്ള ചോദ്യമാണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് ഉത്തരം പറയുന്നത്. മന്ത്രിയെ കണ്ട് കാണുന്ന ഒരു ദൃശ്യം എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇടതുപക്ഷ ആശയങ്ങളുമായി ആർക്കാണ് ഇപ്പൊ ഒരു മന്ത്രിക്ക്, ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു മന്ത്രിയെ, ഇപ്പോ നരേന്ദ്രമോദിയെ പിണറായി വിജയൻ കാണുന്നില്ലേ? മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി കാണുക അത് സ്വാഭാവികമല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. അതിലിപ്പോ എന്താണ് ഞങ്ങളിപ്പോ പെശക് കാണേണ്ടത്? നേതാവ് കൂടിയായ വി ശിവൻകുട്ടിയെ അദ്ദേഹം ഈ ഒപ്പിട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ട നിലപാടിനെ എതിർക്കുകയും ABVP അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, അതിനെങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്കയാണ് ഞങ്ങൾ നേരത്തെ പങ്കുവച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ആ നിലയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ABVP അതിനെ അനുമോദിക്കുന്നു, അത് അവരുടെ രാഷ്ട്രീയ ദുഷ്ലാക്കാണ്. അവർ ആ നിലയിൽ എന്തോ രാഷ്ട്രീയപരമായ ഒരു വിജയം നേടി എന്നൊക്കെ വിധത്തിൽ അവർ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്ര കോടി രൂപ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അത് തരില്ല എന്ന നിലപാട് ഉയർത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞു തീർക്കട്ടെ, സ്വാഭാവികമായിട്ടും ആ നിലയിൽ സർക്കാർ എന്ന നിലയിൽ ഈ പണം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട തുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ഒരു സർക്കാർ ചെയ്യേണ്ട പ്രാഥമികമായിട്ട് ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിലൊരു നിങ്ങളുടെ വ്യക്തതക്കുറവ് എന്ന് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം ഞാൻ നൽകണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. ഞാൻ എന്റെ
എൻ്റെ സംഘടനയുടെ നിലപാടല്ലേ പറയുക. എൻ്റെ സംഘടനയുടെ നിലപാട് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. എൻ്റെ സംഘടനയുടെ നിലപാട്, ഞങ്ങളുടെ സംഘടനയുടെ നിലപാട് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ്, സംഘപരിവാറിനെതിരാണ്. ശക്തമായ സമരങ്ങൾ ഞങ്ങൾ അവർക്കെതിരെ തുടരും. തെറ്റില്ല, അത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാതിരുന്നാൽ മതി എന്നാണോ? തീർച്ചയായും അതെ. അത് നടപ്പിലാക്കാൻ അങ്ങനെ പറ്റും. അത് തെളിയിച്ചതാണല്ലോ നമ്മൾ FIUGP-യിൽ. ഇപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഇപ്പോൾ 4 വർഷ ഡിഗ്രി 4 ഇയർ UG പ്രോഗ്രാം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ 4 ഇയർ UG പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച അതേ നിലയിലല്ല കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനനുസൃതമാണ്, നടപ്പിലാവും എന്നല്ലേ പറയുന്നത്. സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തെ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലനിൽക്കുന്ന ഒരു സർക്കാർ പാസ്സാക്കുന്ന നിയമത്തെ അതിന്റെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ സർക്കാർ സ്വാഭാവികമായും ബാധ്യസ്ഥരാണ് നടപ്പിലാക്കാൻ. അത് നടപ്പിലാക്കുമ്പോഴും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ NEP-യുടെ എല്ലാ വശങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തേണ്ടി വരില്ല? ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ NEP പൂർണ്ണമായും വായിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. NEP പൂർണ്ണമായും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, NEP-യിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുമ്പോഴും നമുക്ക് ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തൊട്ടും പറഞ്ഞ ഉദാഹരണം അതിന് ഏറ്റവും പ്രസക്തമാണ്. FIUGP-യുടെ കാര്യം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ ഉദ്ദേശിച്ച തരത്തിലല്ലോ കാര്യങ്ങൾ പോകുന്നത്. സിലബസിൽ എന്താ മാറ്റുള്ളത്? ഒന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും കടന്നു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. സമാനമായി വിദ്യാഭ്യാസ മേഖലയിലും അത് നിലനിർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ. മാറ്റം വരികയാണെങ്കിൽ മാത്രം സമരം എന്നാണോ? ഞങ്ങൾ പറഞ്ഞല്ലോ, സമരം കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോഴും തുടരുകയാണ്, വ്യത്യസ്ത കാര്യങ്ങളിൽ തുടരുകയാണ്. എന്താണ് അതിൽ ഒരു അവസാനം? പെട്ടെന്ന് സമരത്തിൽ ഇറങ്ങിയവർക്ക് അപ്പോ കാണുമ്പോൾ ഒക്കെ പെട്ടെന്ന് ചില ആശ്ചര്യം തോന്നും. പക്ഷെ ഞങ്ങൾ സമരം തുടരുകയാണ്. മാറ്റം വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണ് അത് മാറ്റം വരുത്തുക ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിലും ഈ ചരിത്ര പുസ്തകങ്ങളിൽ അടക്കം മാറ്റം വരികയാണെങ്കിൽ ഇടതുപക്ഷ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സമരം നടത്തും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു, +1 +2 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്ന NCERT പാഠപുസ്തകം, +1 +2 നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഇല്ലല്ലോ. ആ NCERT പാഠപുസ്തകത്തിൽ +1 +2 കുട്ടികൾ പഠിക്കുന്ന NCERT പാഠപുസ്തകത്തിൽ വലിയ വെട്ടിനിരത്തലുകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ആ ഘട്ടത്തിലും ഞങ്ങൾ സമരത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ സംശയം? ഞങ്ങൾ RSS ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ നാട്ടിലെ വിദ്യാഭ്യാസ ക്രമത്തെ മാറ്റാൻ അനുവദിക്കില്ല. അതിന് ഞങ്ങൾ സമരം നടത്തും. നിയമങ്ങളൊക്കെ അവർ പാസ്സാക്കുമായിരിക്കും. അതിപ്പോ സ്വാഭാവികമായിട്ടും അവർക്കല്ലേ ഭൂരിപക്ഷം, അവരല്ലേ രാജ്യം ഭരിക്കുന്നത്. നിയമം അവർ പാസ്സാക്കും. പക്ഷെ പ്രതിഷേധിക്കാനും അവർക്കെതിരെയുള്ള നിലപാട് ഉയർത്താനും ശക്തമായ സമരം നടത്താനും ഞങ്ങൾ മാത്രമായിരിക്കുന്ന ഘട്ടത്തിലും ഞങ്ങൾ അത് തുടർന്നിട്ടുണ്ട്. ഇനിയും അത് തുടരും.